ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇവിടുത്തെ മഴയെ ഒരാഴ്ചത്തേക്കിന് നല്ല തകർത്ത മഴയായിരുന്നു. പിന്നെ അങ്ങോട്ട് മഴ പെയ്യുന്നില്ല. ദൈവമേ, ചൂട് കാരണം സഹിക്കാൻ വയ്യപ്പോഴും. ഇപ്പം ഞാൻ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. മൊത്തത്തിൽ നനഞ്ഞിരിക്കുക. മഴ അങ്ങോട്ട് കാണാനേ ഇല്ല. ഇപ്പം ഒരാഴ്ച കൊണ്ടുള്ള മഴയുള്ളൂ. മറ്റേത് ഓഗസ്റ്റ് വരെയൊക്കെ മഴ നിൽക്കുന്നതാണ്. പിന്നെന്താ, അപ്പം ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ഇട്ടിങ്ങനെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാനായി. അങ്ങനെയുള്ളൊരു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പം സൂസൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്കങ്ങ് സത്യം പറയാൻ ചിരിയും വന്ന്. ആ പേരെനിക്കങ്ങ് ഇഷ്ടമായി. ബിജീസ് കിച്ചൻ കേരള റെസ്റ്റോറൻറ്റ്. അങ്ങനൊരു റെസ്റ്റോറൻറ്റ് ബോംബെയിൽ ഉടനെ നടക്കട്ടെ. അയ്യോ, ഞാനത് കേട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ നടക്കുമോ? നമ്മൾ ആഗ്രഹിക്കുക, അതനുസരിച്ച് നമ്മുടെ കയ്യിൽ കപ്പാസിറ്റിയും വേണ്ടേ. ആഗ്രഹം എല്ലാവർക്കും ആഗ്രഹിക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നതിന് ടാക്സ് കൊടുക്കണ്ടല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങ് ഓരോ ആഗ്രഹങ്ങളാണ്. ദൈവം അത് നടത്തി തരുമെന്ന് വിശ്വസിക്കുക. ഇനി എന്ത് പറ്റുന്നത്, നമ്മളൊന്ന് ഒരു സമയം യുവപ്പെട്ടത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സമയമില്ലേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും അന്നത്തെ ഫുഡ് കണ്ട് നല്ലതാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതിനൊത്തിരി താങ്ക്സ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ നാളെ തൊട്ട് പോൾമോന് കോളേജ് തുടങ്ങുക. റീസമോൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ, ഇനിയും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച ദിവസത്തെയായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു, മറന്നുപോയി. അപ്പം വൈകുന്നേരം ഇവർക്ക് നൂഡിൽസ് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ വടാ സാമ്പാറും കഴിച്ച്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ളൊരു കളറല്ല, വേറൊരു കളറാണ് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പാലൊന്ന് കാച്ചാൻ വെച്ച്. ഇന്നലെ കൊണ്ടുവന്ന ടൊമാറ്റോ ഒക്കെ നനഞ്ഞായിരുന്നു. അതൊന്ന് തുടച്ച് മുറത്തി ഇട്ടേക്കുക. കുറച്ചൊക്കെ എടുത്തുള്ളത് ഫ്രിഡ്ജിൽ വെച്ച്. ഇനിയിപ്പോൾ ഇന്ന് നാളത്തേക്കിന് ഞാൻ ഒരുമിച്ചായിരുന്നു ഇടുന്നത്. ഇപ്പോൾ ഇന്നൊന്ന് സെപ്പറേറ്റ് ഇട്ടതാണ്. ഉഴുന്നും പച്ചരിയും 2 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉഴുന്നും. എൻ്റെ ഉഴുന്ന് എൻ്റെ ഇങ്ങനെയുള്ള ഉഴുന്ന, മുഴുവനേ ഉള്ളതല്ല. ഭയങ്കര മഴയാണ്. ഇന്ന് ബ്രൈസമ്മോ ഇന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഞാനത് പിന്നെ ഓർത്തത്, ഈ പ്രൈസ് മോൻ എന്തെങ്കിലും സാധനം ആമസോണിൽ നിന്നും വാങ്ങിച്ചാൽ അവനങ്ങ് പൊട്ടിക്കാൻ, മറ്റവനും അതുപോലെ പൊട്ടിക്കാൻ ഭയങ്കര ഇതാണ്. അപ്പം ഇത് നമ്മളൊരു ഷുഗർ മിഷൻ വാങ്ങിച്ചത്. നമ്മുടെ കയ്യിൽ നേരത്തെ ഒരു 1 ടച്ചിൻ്റെ ആയിരുന്നു. ഇപ്പം മിഷനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ട്രിപ്പ് വാങ്ങിക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് ഈ കമ്പനി ഇപ്പം ഇല്ല. അങ്ങനെ പുതിയ മിഷൻ റേച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വന്ന് അന്നേരം അവന് അത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ പ്രൈസമ്മോൻ്റെ രീതിയിലായ ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നുണ്ട് കേട്ടോ. നിങ്ങളത് കേൾക്കണേ. ഇതിപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ദിവസം എനിക്കൊരു തോരൻ മാത്രം വെച്ചാൽ മതിയായിരുന്നു. കറികളൊക്കെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിയൽ, പരിപ്പ്, ഇതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു തോരനൂടെ വെച്ചാൽ മതി ഇന്ന്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പയർ തോരനാണ് വെക്കുന്നത്. പയറൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചായിരുന്നു. അതൊന്ന് അടുപ്പത്ത് വെച്ച് തോരനുണ്ടാക്കട്ടെ. അപ്പം വൈകുന്നേരം ഞാൻ മാവരച്ച് വെച്ചു. ആദ്യം ഞാൻ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ ഉലുവായൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നേ. അപ്പോൾ ഉലുവായൂടെ അരച്ചിട്ട് പിന്നെ അരിയും ചോറും കൂടെ അരച്ചിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടേ. അപ്പം പിറ്റേന്ന് രാവിലെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇഡലിക്കൊന്ന് ഒഴിച്ച് വെക്കട്ടെ. ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് സാമ്പാറുണ്ട്. അപ്പം ഇവർക്ക് ചമ്മന്തി, അതൊന്ന് ഒരു പുതിയ ചട്നിയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇനി ചായയും കൂടെ കൊടുക്കട്ടെ. ഞാൻ ഇഡലി തൊട്ട് നോക്കും, ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കും. അതാണ് ഇങ്ങനെ അമങ്ങിയിരിക്കുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേസിമോന. ഇങ്ങനെ ഞങ്ങൾ ഒരു ആമസോണിൽ സാധനം കിട്ടി. അത് ബ്ലഡ് പ്രഷറുടെ ഷുഗർ ലെവൽ മെഷീൻ നോക്കാൻ. ഇത് ഞങ്ങൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാം.
ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പനും മോനോടായിരുന്നു അൺബോക്സിങ്. ഈ മിഷൻ ഡോക്ടർ മോറേപ്പിൻ്റെ ഗ്ലൂക്കോണാണ്. നമ്മുടെ മറ്റേ മിഷന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇതിപ്പം അവർ 800 ആണ് ഈ മിഷൻ്റെ റേറ്റ്. നമുക്ക് 590 കിട്ടി. അതിൻ്റെ കൂടെ 50 സ്ട്രിപ്പും ഉണ്ട്, 10 പിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി പിന്നെ നമ്മൾ ഈ സ്ട്രിപ്പ് വാങ്ങിക്കുമ്പം മറ്റേ 1 ടച്ചിൻ്റെ റേറ്റ് പോലെ 700, 800 അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്താ കമ്പനി ബന്ധായെന്നറിയത്തില്ല നമുക്ക്. എനിക്ക് ഈ മെഷീൻ എന്തോ ചെയ്യും. ഞാൻ പറയുമായിരുന്നു റീച്ചാർജ് ഇനി ഇതെന്തോ ചെയ്യാനായി വെച്ചേക്കുന്നത്. കേടായി പോയെങ്കിൽ നമുക്ക് അത്രയും വിഷമമില്ല. ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മളങ്ങനെ വെറുതെ വെക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു ഇതാണ്. ഇത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ മെഷീൻ്റെ, പിന്നെ ഇത് ഹൂൺ എടുക്കാൻ പോക്ക് ചെയ്തിട്ട് ഹൂൺ എടുക്കാൻ വേണ്ടിയാ, ബ്ലഡ് സോറി. പിന്നെ ഇത് 50 സ്ട്രിപ്സ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചട്നി എന്ന് പറയുന്നത്, ഈ റേച്ചാനാണെങ്കിൽ ജിയോ മാർട്ടിൽ എവിടെയെങ്കിലും സാധനം ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ അതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യും. ഇതെന്ന് പറയുന്നത് റെഡിമെയ്ഡ് ചട്നി. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളതെങ്കിൽ ഒരിക്കലും വാങ്ങിക്കല്ലേ റീച്ചാന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാനാ. അപ്പം ഞാനത് ടേസ്റ്റ് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. അതെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ചട്നി പൗഡർ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവർക്കൊന്നും കുഴപ്പമില്ല. അവർ പറയുന്ന കുഴപ്പമില്ലായിരുന്നെന്ന്. എത്രയ്ക്കാണെങ്കിലും നമ്മൾ ഫ്രഷ് ചമ്മന്തി ഉണ്ടാക്കുന്ന ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇഡലിയൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. ഞാൻ പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അഥവാ ഇവർ സാമ്പാർ കൂട്ടുവന്നേരും ആ ചാറ് മാത്രം എടുക്കും. കഷ്ണങ്ങളെല്ലാം അവിടെ കിടക്കും അടിയിൽ. പിന്നെ ആ കഷ്ണങ്ങളൊക്കെ ഞാനാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ തോരൻ എന്ന് പറഞ്ഞാൽ മസാല ഉണ്ടാക്കുന്നത് നമ്മുടെ സ്പ്രൗട്ടാണ്. അപ്പോൾ പിന്നെ മീനൊന്നും കിട്ടുന്നേ ഇല്ല. ഇപ്പം നേരത്തെ ആണെങ്കിൽ ഓൺലൈനിലും കിട്ടിയതിനായിരുന്നു. ഇപ്പം ഓൺലൈനിൽ 2-3 തീരം ഉണ്ട് റീച്ചാൻ ട്രൈ ചെയ്യുന്ന ഇല്ല, സാധനം ഇല്ല. അപ്പം ഗതികെട്ട് ഈ ടെമ്പോയിൽ കൊണ്ടുവരുന്ന പുള്ളിക്കാരനോട് ചോദിച്ച ഉടനെ പിന്നെ ഐസി വെച്ച അയലേമ 1 കിലോ 500 രൂപ. ഞാൻ പറയുമോ വേണ്ട, ഈ ഐസി വെച്ചത് അതിനേക്കാൾ നല്ലത് പിള്ളേർക്കാണെങ്കിലും ചിക്കൻ ഇഷ്ടമാണ്, ചിക്കൻ വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലിരിക്കുക. അന്നേരം ഇന്നാളെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ കമൻ്റ് ഇട്ട് പിന്നെ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടേ. ഞാൻ ഉണ്ടാക്കിയ ഉണക്കമീനിൻ്റെ അന്ന് ഞാൻ ഇച്ചിരി എല്ലാം ഉണ്ടാക്കിയുള്ളൂ. അതിൽ നിന്ന് 2 എടുത്ത് വറുത്തായിരുന്നു. പിന്നെ ഇരിപ്പുണ്ട് ഇനി അതിൽ നിന്നൊരു 2-3 കൂടെ. അതെടുത്ത് കറി വെക്കണമെന്നുണ്ട് എനിക്ക്. കറി വെച്ചാൽ ഇവിടെ ഇവരാരും കൂട്ടത്തില്ല. പിന്നെ ഈ 2 കറി എങ്ങനെയാണ് വെക്കുന്നത്, ഇതിൻ്റെ ഇടയിൽ അതുകൂടെ വെക്കുന്നത് എന്തിനാണെന്നുള്ള ചിന്തയിലും ഞാനിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ് അത്. പിന്നെ സമയവും കിട്ടുന്നില്ല എനിക്ക് അതും ഇതുകൂടെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കും. എന്നും ചിന്തിക്കും നാളെ അതുണ്ടാക്കാം, നാളെ ഉണ്ടാക്കാം. പിന്നെ എല്ലാം ചെയ്ത് വരുമ്പോൾ അങ്ങ് സമയം തീരും. പിന്നെ അങ്ങ് അതായിട്ട് ഉണ്ടാക്കാനായിട്ടൊരു മടി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ വെന്തായിരുന്നു. ഞാൻ ചപ്പാത്തി കൊടുക്കേണ്ടവർക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തു. പിന്നീടാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വേറൊരു പാത്രത്തിൽ, കാരണം ഇച്ചിരി മോര് കൂടുതലുണ്ടായിരുന്നു. മറ്റേതിൽ എനിക്ക് സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ അകത്ത് പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അത് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്താക്കി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന്, മുളക് പൊടിയെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഇന്നലെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഞാൻ ഈ ഓർഡറിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴേ ഓർഡർ തരുന്നത് തലേന്നാണോ തരുന്നതെന്ന് ചോദിച്ചു. തലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം മുമ്പിട്ടേലും ഒന്ന് പറയണേന്ന്. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും സാധനം കാണണമെന്നില്ല. പിന്നെ നമ്മൾക്ക് പറ്റുമോ പറ്റത്തില്ലയോ എന്ന് പറയണം. അതുകൊണ്ട് 2 ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞപ്പോൾ അല്ല, ഇവർ 2 ദിവസത്തിന് മുമ്പിട്ടേ 2-3 ദിവസത്തിന് മുമ്പിട്ടേ പറയുമായിരുന്നു. പിന്നെ 2 ദിവസമാണെങ്കിൽ നമുക്ക് ഓക്കെ. എപ്പോഴും നമ്മുടെ കയ്യിൽ പച്ചക്കറികളും അങ്ങനെ ഒന്നും ചിലപ്പോൾ ഇല്ലെങ്കിൽ, അവർക്ക് വേണ്ടുന്ന സാധനം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അപ്പം ഞാൻ മോരൂടെ അടപ്പത്ത് വെച്ച് പിന്നെ 1/4 കിലോ
ഇതുണ്ടായിരുന്നു, നമ്മുടെ ലിവർ ഇരിപ്പണം. ഇപ്പം ലിവർ പ്രൈസിന് നന്നായിട്ട് കഴിക്കും. അപ്പം ഞങ്ങൾ ഈ ബൈ ചാൻസ് ഞാനിപ്പം രണ്ടാമത്തെ തീരെ ബീഫ് ഇട്ടു. അന്നത്തെ രണ്ടാമത് ഇട്ടത് ഞാനങ്ങനെ കാണിച്ചില്ല. അപ്പോൾ അന്ന് പോയപ്പോഴും ഇങ്ങനെ ഇച്ചിരി ലിവർ വാങ്ങിച്ചു. അപ്പോൾ നേരത്തെ ഒന്നും കൊച്ചിനും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ ലിവർ പിന്നെ ബ്ലഡ് വയ്ക്കാനും നല്ലതാണെന്ന് പറയുന്നു. പിന്നെ അധികമൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ 1/4 കിലോ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇടുവാണെങ്കിലും നല്ലതാണ്. ഞാൻ പിന്നെ അതിനൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ ഞാൻ നമ്മുടെ മോര് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കി. എന്നിട്ട് ആ കടായിയാണ് എടുത്തത് പിന്നെ ഇത് വറക്കാനായിട്ട്. ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് ഇത്തിരി കടുകും ഇട്ട് കറിവേപ്പിലയും പിന്നെ ഒരു സവാള ഇട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇടുന്നവരുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിടാം. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുറിക്കാത്ത കതകുണ്ടല്ലേ, അത് നമ്മളിപ്പോൾ ആ കതകിൻ്റെ അടയെന്നെടുത്ത് ഈ മാറ്റിട്ടില്ലെങ്കിൽ ഈ ഫാനിൻ്റെയൊക്കെ പിന്നെ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഫാൻ ഇടാറില്ല. നമ്മുടെ ഇത് AC ഇട്ടേക്കുന്നത്. വെളിയിലുള്ള ഫാനിൻ്റെ ഇതുകൊണ്ട് ഒന്നി ആരെങ്കിലും ബാത്റൂം തുറക്കും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ഹവ കാറ്റുണ്ടല്ലേ, അതുകൊണ്ട് ആ കതക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അന്നേരം ഈ കിറു സൗണ്ട് ഇടയ്ക്ക് കേൾക്കുന്നത്. ഞാൻ 1-2 പ്രാവശ്യം ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു, കാരണം ആ സൗണ്ട്. പിന്നെ അതിന് മാറ്റിയിട്ടിട്ട് വന്നു. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതിലൊന്ന് ചതച്ചായിട്ടത്. ഇപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ പോകുന്നിടം വരെ ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ. അപ്പോൾ ഈ സവാളയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ കുക്കറിലിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന്, അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രമല്ല ചേർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എൻ്റെ പേടിക്ക് വേണ്ടി ഞാനങ്ങ് ഒഴിച്ചതാണ്. അപ്പോൾ ഇച്ചിരി ആ വെള്ളത്തോട് കൂടി ഇട്ടിട്ട് അതൊന്ന് പറ്റിച്ചെടുക്കാം. ഞങ്ങളുടെ ഇവിടെ പോളിന് ഇത് ഒട്ടും ഇഷ്ടമല്ല. അവന് മിക്ക സാധനം അവനിങ്ങനെ ഒന്നും അവനങ്ങനെ വേണ്ടാതില്ലാത്ത ഇതില്ല. ഈ ചുരുക്കം പ്രോൺസ്, ഈ ലിവർ, അതൊന്നും അവന് ഇഷ്ടമേ അല്ല. പിന്നെ മീൻ പരിഞ്ഞിൽ, ഇതെല്ലാം പ്രൈസിന് ഇഷ്ടമാണ്. എൻ്റെ സ്വഭാവമാണ് പ്രൈസിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാന്നേലും എൻ്റെ വീട്ടിൽ അങ്ങനെ ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമല്ല ഇതൊന്നും. എനിക്കാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ലിവറൊക്കെ റെഡിയായി നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി. പിന്നെ വൈകുന്നേരം ആയണേ ഇവന്മാർക്ക് വിശക്കുന്നു. മഴയും കൂടെ അന്ന് ഇത്തിരി മഴയുള്ള ദിവസമായിരുന്നു. വിശന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതൊന്നും ഇതുപോലെ ബുൾസൈ ഉണ്ടാക്കി. ഒരാൾക്ക് ബ്രെഡിൻ്റെ അകത്തും കൊടുത്തു, ഒരാൾക്ക് അല്ലാതെയും കൊടുത്തു. അപ്പം എനിക്കെപ്പോഴും ഇതിനെ കണ്ടുപോലെ കാണുമ്പോൾ അതിനെയൊന്ന് ഞാൻ പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഞാൻ ഇന്നൊരു പുതിയ രീതിയിൽ, സാധാരണ ഞാൻ ബുൾസൈ ഇങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ട് സൈഡിൽ ബ്രെഡ് പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എന്തോ ചെയ്തെന്നോ, ബ്രെഡിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് വേറൊരു ബ്രെഡ് കൂടെ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് ചൂടാക്കി. അപ്പോഴത്തേനും ഈ മുകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിരുന്നു. ഇങ്ങനെ ഒലിച്ചു പോകുന്ന പരിഭവമില്ലായിരുന്നു. ഒരിച്ചിരി മുളക് പൊടിയും ഉപ്പുപൊടി ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വിതറിയിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. ഈ പിള്ളേർക്ക് അങ്ങനെ ഇച്ചിരി ലൂസായിട്ട് ലിക്വിഡ് പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ആ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണ്ടിയിട്ട് ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഞാൻ തവയെ വെച്ചൊന്ന് ബ്രെഡ് 2 സൈഡും ഒന്ന് ചൂടാക്കി കൊടുത്ത്. അപ്പോൾ ഇനിയും മറ്റവനൂടെ ഉണ്ടാക്കട്ടെ. എനിക്കിങ്ങനെയുള്ള ഈ ബുൾസൈ ടൈപ്പ് എനിക്കിഷ്ടമല്ല. പിന്നെ ഈ റേച്ചാൻ ഒരിടയ്ക്ക് നല്ല ചുമയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പണ്ട് നാട്ടിൽ അമ്മയൊക്കെ ഈ ചുമയൊക്കെ ഉള്ളപ്പം വാട്ടി തരുമായിരുന്നു. ഒരിച്ചിരി ഒന്ന് ചൂടാക്കിയിട്ട് അതിങ്ങനെ, നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ നമുക്കിങ്ങനെ കുടിക്കാൻ. റേച്ചാൻ അങ്ങനെ ഒരു വാക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഗ്ലാസ്സിൽ എടുത്തൊഴിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കലക്കി അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.